നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. ലോകത്തിലെ സ്മാർട്ട് നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ 10 സ്ഥാനത്തിനുള്ളിൽ ഇടം പിടിച്ച് അബുദാബി. സ്വിറ്റ്സർലാൻഡിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തയ്യാറാക്കിയ 2024 റിപ്പോർട്ട് പ്രകാരമാണിത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് അബുദാബി 10ാം സ്ഥാനത്തെത്തിയത്. സ്മാർട്ട് നഗരങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക വശങ്ങളും ജീവിത പരിസ്ഥിതി നിലവാരവും വിലയിരുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 142 നഗരങ്ങളാണ് പട്ടികയിലുള്ളത്. പട്ടികയിൽ ദുബായ് 12ാം സ്ഥാനത്താണ്. സൂറിച്ചാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. ഓസ്ലോ, കാൻബറ, ജനീവ, സിംഗപ്പൂർ എന്നിവയാണ് യഥാക്രമം മറ്റു സ്ഥാനങ്ങളിൽ. ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് പണം തട്ടുന്ന സംഘത്തെ ദുബായ് പോലീസ് പിടികൂടി. 494 പേരെയാണ് ദുബായ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. 406 തട്ടിപ്പ് കേസുകളിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെന്ന വ്യാജേന വിളിച്ച് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും, ഫ്രീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് തട്ടിപ്പ് നടത്തുന്നത്. വ്യാജ ഇമെയിലുകളും SMS-ഉം സോഷ്യൽ മീഡിയ ലിങ്കുകളും ഇതിനായി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഫോണിൽ വിളിക്കുന്നവർക്ക് ബാങ്കിംഗ് വിവരങ്ങൾ കൈമാറുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് പോലീസിന്റെ CID വിഭാഗം ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അൽ ഹാരിസ് ഷംസി പറഞ്ഞു. ഇത്തിഹാദ്, എയർ അറേബ്യ, വിസയർ എന്നീ വിമാനങ്ങളിൽ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തത് 1.9 കോടി പേരെന്ന റിപ്പോർട്ട്. ലോകത്തിലെ 140 വിമാനത്താവളങ്ങളിലേക്കാണ് ഈ 3 എയർലൈനുകളും സർവീസ് നടത്തിയത്. ഇത്തിഹാദ് എയർലൈൻസിൽ മാത്രം യാത്ര ചെയ്തത് 1.4 കോടി യാത്രക്കാരാണ്. 20 ലക്ഷം പേരാണ് എയർ അറേബ്യ പ്രയോജനപ്പെടുത്തിയത്. 30 ലക്ഷം പേരാണ് വിസയറിൽ യാത്ര ചെയ്തത്. ചൈനയ്ക്കും സൗദി അറേബ്യയ്ക്കുമിടയിൽ റെഗുലർ വിമാന സർവീസ് നടത്താൻ ചൈന സതേൺ എയർലൈൻസിന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അംഗീകാരം നൽകി. ഏപ്രിൽ 16 മുതലാണ് റിയാദിൽ നിന്ന് ചൈനയിലേക്ക് വിമാന സർവീസ് ആരംഭിക്കുക. യാത്രാ വിമാനങ്ങൾക്ക് പുറമെ കാർഗോ വിമാനങ്ങളും ഉണ്ടാകും. വ്യോമഗതാഗത ശൃംഖല വികസിപ്പിക്കുന്നതിനുള്ള ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ വിഷൻ 2030 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കുവൈത്തിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത പ്രവാസികൾക്ക് യാത്രാ തടസ്സമുണ്ടാകില്ലെന്ന് അധികൃതർ. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വിശദീകരണവുമായി അധികൃതർ രംഗത്തു വന്നിരിക്കുന്നത്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത പ്രവാസികൾക്കും ജൂൺ 1 ശേഷം കുവൈത്തിലേക്ക് മടങ്ങാമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. എന്നാൽ ഇത്തരക്കാർക്ക് ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപെടലുകളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അധികൃതർ പറഞ്ഞു. സഹൽ ആപ്പ് വഴിയോ മെറ്റ പ്ലാറ്റ്ഫോം വഴിയോ ബയോമെട്രിക് രജിസ്ട്രേഷൻ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് എല്ലാവരും നിശ്ചിത സമയത്തിനുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുവൈത്ത് ജഹ്റയിൽ നടന്ന ട്രാഫിക് പരിശോധനയിൽ നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു. നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളും എക്സോസ്റ്റിൽ കൃത്രിമത്വം നടത്തി ശബ്ദം കൂട്ടിയ വാഹനങ്ങളുമാണ് പിടികൂടിയത്. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് വാഹനത്തിൽ രൂപമാറ്റം വരുത്തുന്നത് കുറ്റകരമാണ്. റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനകൾ തുടരുമെന്ന് ജനറൽ ട്രാഫിക് വിഭാഗം അറിയിച്ചു. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാകുമെന്നാണ് സൂചന. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.